മറ്റു വാർത്തകളിലേക്ക്. ജസ്നയെ കണ്ടെന്ന ലോഡ്ജ് ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ തള്ളി ജസ്നയുടെ പിതാവ്. ലോഡ്ജ് ജീവനക്കാരി പറയുന്നത് വാസ്തവമല്ല. അന്വേഷണത്തിന്റെ ഘടന മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. CBI ഇപ്പോൾ കേസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് എന്നും ജസ്നയുടെ പിതാവ് പറഞ്ഞു. ഒരിക്കലും സാധ്യതയില്ല. ആ സ്ത്രീ പറഞ്ഞത് CCTV അവസാനമായി കണ്ടതെന്ന് പറഞ്ഞു. ആ കൊച്ച് എൻ്റെ മോളല്ല, ജസ്ന അല്ല എന്ന് ഞാൻ അന്ന് തന്നെ പോയത്. ആ കൊച്ചിൻ്റെ വീട്ടിൽ പോയി കണ്ടുപിടിച്ചതാണ്. ജസ്ന ഇവിടെ നിന്ന് പോയി 1.5-2 മണിക്കൂർ കഴിയുമ്പോൾ വലിയ ബാഗുമായിട്ട് വരുന്നൊരു കൊച്ച്. ആ കൊച്ചിനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി കണ്ടിട്ടുള്ളൂ. അതല്ല. അപ്പോൾ ഈ സ്ത്രീ പറയുന്നതിനകത്ത് വാസ്തവമൊന്നുമില്ല. ഉടമ തന്നെ അത് തള്ളിയിട്ടുണ്ട്. ഹോട്ടൽ ഉടമ തന്നോടുള്ള വൈരാഗ്യം മൂലമാണെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇങ്ങനത്തെ വൈരാഗ്യം മൂലമൊക്കെ ഇങ്ങനത്തെ കേസുകൾ ഉപയോഗിക്കും. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവില്ല. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഇങ്ങനെയുള്ള ഇത് വരും. ഞാൻ എന്നെ ഒരു മാസം മുമ്പ് വിളിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ സ്ത്രീയാണോ ഇതിൻ്റെ സുഹൃത്താണോ എനിക്കറിയില്ല. വിളിച്ചിരുന്ന ഒരു ശനിയാഴ്ച 5 മണിയപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റാഫുകളുടെ പേയ്മെൻ്റ് ഡേയാണ്, അപ്പോൾ എനിക്കന്ന് അസൗകര്യമുണ്ട്, അത് കഴിഞ്ഞ് വന്നാൽ മതി എന്ന് പറയും. അത് കഴിഞ്ഞ് 8:30 പറയും. അപ്പോൾ അത് കഴിഞ്ഞ് പോകുകയെന്ന് പറഞ്ഞ ഒരു ശരിയായ രീതിയല്ല എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ കൂടെ സമാന്തര അന്വേഷണത്തിനുള്ള CBI അന്വേഷിക്കുന്ന എൻ്റെ 3-4 സുഹൃത്തുക്കളെ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ പറഞ്ഞു ഈ വീട്ടിൽ തന്നു, ഈ നമ്പർ തന്നിട്ട് വിളിക്കുക, എവിടെയാണെന്ന് നോക്ക്. അവർ പോയി അന്വേഷിച്ചതാണ്. അപ്പോൾ അതിനത് വാസ്തവമാണ്. പിന്നെ വാസ്തവമല്ല അല്ല. CBI കൃത്യമായിട്ട് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. അവർ ഈ മേഖലയിൽ തന്നെയുണ്ട്. പക്ഷേ പുറത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അന്വേഷണത്തിൻ്റെ കാര്യം CBI-ക്കാരോട് ഈ വിവരങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? ഈ സ്ത്രീ വിളിച്ച വിവരങ്ങൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞു. അപ്പോൾ അവരും ഈ റൂട്ട് അല്ലല്ല ഒന്നുമില്ല. നമ്മുടെ റൂട്ട് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണല്ലോ നടക്കുന്നത്. അതാണ് അതിൽ ഗൂഢാലോചന സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. അതാണ് നമ്മളെ വഴികൾ തെറ്റിക്കാൻ ആദ്യകാലം മുതലുള്ള പ്രശ്നം. നമ്മളൊരു വഴി അന്വേഷിച്ച് പോകുമ്പോഴത്തേനും വേറെ വഴിയിലേക്ക് ഒരു കൊണ്ടുവരും. അത് തന്നെയായിരിക്കും വഴി തെറ്റിക്കാന്നുള്ളത്. നമ്മളൊരു റൂട്ടിലൂടെ പോകുന്നു, ഇനി ആ റൂട്ടിൽ നിന്ന് പിന്മാറ്റമില്ല, കൃത്യമായ റൂട്ട് തന്നെയാണ്. അത് തന്നെ ഞങ്ങളത് തള്ളിക്കളയും. നിതിൻ തോമസ് ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി. നിതിന്, ജസ്നയുടെ പിതാവ് ജെയിംസ് പറയുന്നത് എന്താണ്? ജസ്നയുടെ പിതാവ് ജെയിംസ് പൂർണ്ണമായും ഈ ലോഡ്ജ് ജീവനക്കാരുടെ വാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. സ്ത്രീ പറയുന്നതിൽ ഒരു വാസ്തവവുമില്ല എന്ന് തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. ഈ 1 മാസം മുമ്പ് ഇതേ വിവരങ്ങളുമായി തന്നെ ആരോ ബന്ധപ്പെട്ടിരുന്നു എന്നും പറയുന്നുണ്ട്. അത് ഈ സ്ത്രീ തന്നെയാണോ അതോ ഈ സ്ത്രീയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമാണോ വിളിച്ചത് എന്ന് മാത്രമേ ഇദ്ദേഹത്തിന് ഒരു സംശയമുള്ളൂ. എന്നാൽ 1 മാസം മുമ്പ് ഈ വിവരങ്ങളുമായി തന്നെ ആരോ ബന്ധപ്പെട്ടിരുന്നു. അത്തരത്തിൽ ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഈ പോലീസ് അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായി അവർ ഈ പിതാവ് അടങ്ങുന്ന ഒരു സംഘവും അന്വേഷണം നടത്തിയിരുന്നു. അത്തരത്തിൽ അന്വേഷിച്ചപ്പോൾ ഒരു വാസ്തവവും ഇല്ലെന്ന് തന്നെയാണ് പിതാവിനെ കണ്ടെത്താൻ സാധിച്ചത്. അന്വേഷണത്തിന്റെ ഇതെല്ലാം തന്നെ ഇത് ആദ്യം മുതൽക്കേ ഈ ജസ്നയുടെ പിതാവ് പറയുന്നത് നിങ്ങളാണ് ഇത്തരത്തിൽ അന്വേഷണത്തിന്റെ ഘടന മാറ്റാനുള്ള ശ്രമമാണ് ഇതെല്ലാമെന്ന് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത്. ശരി, നിതിൻ തോമസ്.